ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം വരും. വല്ലാത്തൊരു അവ്യക്തമായ ഭയം. മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്ന് പറയപ്പെട്ടിരുന്ന ഈ രോഗം ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ഓരോ കുടുംബത്തിലും ഒരാളെയെങ്കിലും അത് ബാധിക്കുകയാണ്. എന്നാൽ ഈ ക്യാൻസർ എന്നത് സമൂഹത്തിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? മദ്യപിക്കുന്നവർ അല്ലെങ്കിൽ പുകവലിക്കുന്നവർക്ക് ഇവർക്കെല്ലാം ക്യാൻസർ വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തരം ദുശീലങ്ങൾ ഇല്ലാത്തവർക്ക് പോലും ഈ ക്യാൻസർ വരുന്നുണ്ടല്ലോ. അവർക്കൊക്കെ എങ്ങനെ ക്യാൻസർ വന്നു എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻസറിനെ നമുക്ക് ചികിത്സിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയും. എങ്ങനെ? ഏത് രീതിയിൽ? ക്യാൻസർ എന്നാൽ എന്താണ്? അതിനുള്ള ചികിത്സ എന്താണ്? ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. ഈ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ അത് രക്തത്തിലെ തകരാറുകളിലേക്കോ ക്യാൻസറിലേക്കോ നയിക്കും. ഇതിനെ തലസീമിയ മേജർ എന്ന് വിളിക്കുന്നു. ഈ തലസീമിയ മേജർ വന്ന വ്യക്തിക്ക് ആരോഗ്യമുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോ ഒരു വ്യക്തിക്ക് ചുവന്ന രക്താണുക്കൾ വളർത്തിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ഒരു ചികിത്സയിലേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. മാസത്തിൽ ഒരു തവണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ചെയ്താൽ മാത്രമേ ആ ഒരു വ്യക്തിയെ കൊണ്ട് പിന്നെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്നും കരകയറാൻ സാധിക്കൂ. എന്നാൽ ഇങ്ങനെ തലസീമിയ വന്നതിനു ശേഷം ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതെന്താ അങ്ങനെ? വളരെ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് റെഡ് ബ്ലഡ് സെൽസ് വളർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫ്യൂഷൻ അതെന്താ അങ്ങനെ? എങ്ങനെയാണ് ക്യാൻസർ വരിക? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെം സെൽസിനെ കുറിച്ച് അറിയണം. നമ്മുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു എതിർപ്പുമില്ല. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 30-37 ട്രില്യൺ കോശങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര തരം കോശങ്ങളുണ്ടെന്ന് നോക്കിയാൽ 40 തരം കോശങ്ങളുണ്ട്. അവയിൽ സ്റ്റെം സെൽസ് എന്നത് വളരെ സവിശേഷമായ ഒന്നാണ്. ഒരു സെൽ ഒന്നായി രണ്ടായി മാറും, പിന്നീട് അത് വികസിക്കും. ഇങ്ങനെ ഒരു സ്റ്റെം സെല്ലിൽ നിന്നും അടുത്ത സെൽ രൂപം കൊള്ളുകയും അത് മറ്റ് പല ബോഡി പാർട്സ് ആയി മാറും. അപ്പോ സ്റ്റെം സെൽസിൽ നിന്നാണ് ബാക്കിയുള്ള സെൽസ് എല്ലാം രൂപപ്പെടുന്നത്. അങ്ങനെയുള്ള സെല്ലുകൾ നിർമ്മിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം ഡെവലപ്പ് ആകുന്നത്, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാകുന്നത്. അപ്പോ ഈ സ്റ്റെം സെൽസിൽ നിന്നാണ് രക്തകോശങ്ങൾ, അല്ലെങ്കിൽ പേശി കോശങ്ങൾ, അതും അല്ലെങ്കിൽ ചർമ്മകോശങ്ങൾ, മറ്റു പല കോശങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഈ സ്റ്റെം സെൽസിന്റെ മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ സ്വയം മരിക്കുന്നു എന്ന് നമുക്ക് നന്നായി അറിയാം. അതിനാൽ ഓരോ കോശങ്ങൾക്കും ഓരോ തരത്തിലുള്ള ആയുസ്സുണ്ട്. ഉദാഹരണത്തിന് ചർമ്മകോശങ്ങളിൽ അവ ഉത്ഭവത്തിന് ശേഷം പ്രതിദിനം 500 ദശലക്ഷം ചർമ്മകോശങ്ങൾ മരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ചർമ്മകോശങ്ങൾ പ്രതിമാസം പുതുക്കപ്പെടുമെന്നുള്ളതും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ എല്ലാ സമയങ്ങളിലും ഇത് സംഭവിക്കുകയാണ്. അതേസമയം നമ്മുടെ കുടലിലെ ലൈനിങ് സെല്ലുകൾ 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി രക്തകോശങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഓരോ സെക്കൻഡിലും 2-3 ദശലക്ഷം രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അടുത്ത ലിവർ എടുത്താൽ 90% നമ്മുടെ കരളിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ആ കരൾ നശിച്ചാലോ അപകടത്തിലോ മറ്റേതെങ്കിലും രീതിയിൽ നശിച്ചാൽ ആ ലിവർ സ്റ്റെം സെൽസിൽ നിന്ന് സ്വയം പുനരുജ്ജീവിപ്പിക്കും. ഇങ്ങനെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും വിവിധ കോശങ്ങളുടെ ഉൽപാദനത്തിനും ആവശ്യമായവയാണ് ഈ സ്റ്റെം സെല്ലുകൾ. അതിനാൽ നമ്മുടെ ശരീരകോശങ്ങളെല്ലാം എപ്പോഴും ഈ 3 പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നാമത്തേത് റീപ്ലെനിഷ്മെന്റ്, റിപ്പയർ, റീജനറേഷൻ, അതായത് നികത്തൽ, നന്നാക്കൽ, പുനരുജ്ജീവനം. ഈ 3 പ്രവർത്തനങ്ങളും ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനം നടക്കുന്നതിന് DNA പ്രവർത്തനക്ഷമമായിരിക്കണം, ശരിയായ കോഡിംഗ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ DNA എന്താണ്? ഒരു വ്യക്തി അയാൾ എങ്ങനെയായിരിക്കണം, ഏത് നിറത്തിലായിരിക്കണം, എത്ര ഉയരത്തിലായിരിക്കണം, ഇവയെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് നിർവചിക്കാം. അപ്പോ ഈ DNAയിൽ ഏതെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ടാകും. ആ കോശം ശരിയായ വളർച്ചയിൽ എത്തുമോ? ആ കോശത്തിന്റെ വളർച്ചയെ തടയാൻ കഴിയുമോ? അപ്പോ DNAക്ക് കേടുപാട് സംഭവിച്ചാൽ ഒരു കോശത്തിന്റെ വളർച്ചയിലും ഗുണത്തിലും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനാൽ സെല്ലിന്റെ സ്വഭാവം നിർണയിക്കുന്നതിൽ DNAക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോ DNAയിൽ പിഴവുകളൊന്നും ഉണ്ടാകാതെ നമ്മൾ നോക്കണം.
അങ്ങനെ ഒരു സെല്ലിന്റെ DNA ഒരു പിശക് വന്നാൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ അതിനെ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നു. ജനിതക കോഡിലെ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഈ മ്യൂട്ടേഷനിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ വഴികളും നമ്മുടെ ശരീരം സ്വീകരിക്കുന്നുണ്ട്. ജനിതക മാറ്റത്തിൽ നിന്നും ഉണ്ടായ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനും ജീനുകൾ നമ്മെ സഹായിക്കും. ഉദാഹരണത്തിന് P53 ട്യൂമർ സപ്രസർ ജീൻ. ഇത് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡായി ആക്ട് ചെയ്യുകയും കേടുപാടുകളായി ജീനുകളെ നന്നാക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോ ഏതെങ്കിലും ഒരു കോശത്തിന്റെ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ആ സെല്ലിനെ ഉടൻ തന്നെ ബോഡിയിൽ നിന്ന് മാറ്റണം എന്നുള്ളത് ചില ജീനുകൾ നമ്മുടെ ശരീരത്തിൽ ഒരു മെസ്സേജായി പാസ് ചെയ്യും. ഇതിനെയാണ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ അപ്പോട്ടോപ്സിസ് എന്ന് വിളിക്കുന്നു. അപ്പോ ഈ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് നമ്മുടെ ശരീരത്തിൽ ശരിയായി സംഭവിച്ചാൽ മാത്രമേ അനാവശ്യമായ കോശത്തിന്റെ വളർച്ചയെ നമുക്ക് തടയാൻ സാധിക്കൂ. ഇപ്പോ നിങ്ങൾ പറയുക, ഒരു DNA കേടായി അല്ലെങ്കിൽ സെല്ലിന്റെ ജനറ്റിക് കോഡിൽ ചെറിയൊരു മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തടയണം, അതിനെ ശരീരം തടയണം. അങ്ങനെ തടയാത്ത സാഹചര്യങ്ങളിൽ ആ സെൽ വീണ്ടും യാതൊരു തടസ്സങ്ങളുമില്ലാതെ പെരുകാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ശരീരത്തിൽ 125 ജീനുകളുണ്ട്. ഡാമേജ് ആയിട്ടുള്ള DNA എല്ലാം ശരി ചെയ്യാനായി. ഇനി ഇവരെ കൊണ്ടൊന്നും ശരിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഒരു സെൽ അനിയന്ത്രിതമായി വളർച്ചയിലെത്തുന്നത്. അപ്പോ ഇവിടെ എങ്ങനെയാണ് സെല്ലിന് ഡാമേജ് അല്ലെങ്കിൽ DNAക്ക് ഡാമേജ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം വരാം. ആദ്യം ഈ കേടായ ജീനുകൾ പാരമ്പര്യമായി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തേത് പ്രായമാകുമ്പോൾ നമ്മുടെ ജീനുകളിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. മൂന്നാമത്തെ കാര്യമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത്. അതാണ് നമ്മുടെ ജീവിത ശൈലി. പൊണ്ണത്തടി മുതൽ മദ്യപാനം, പുകവലി, ഫാസ്റ്റ് ഫുഡിന്റെയൊക്കെ അമിതമായ ഉപഭോഗം, ഇവയിൽ നിന്നെല്ലാം പല വിധത്തിൽ കോശങ്ങളുടെ പരിവർത്തനം സംഭവിക്കും. ഇങ്ങനെ ഈ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച സംഭവിച്ചാൽ ആ കോശത്തെ നാം ക്യാൻസർ കോശം എന്ന് വിളിക്കുന്നു. ഈ ക്യാൻസർ സെൽസ് ചെയ്യുന്നത് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി തൊട്ടടുത്ത സെല്ലുകളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ക്യാൻസർ പെട്ടെന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പെരുകാൻ തുടങ്ങുന്നത്. ഇങ്ങനെ അൺകൺട്രോളബിൾ സെൽസ് രൂപപ്പെടുമ്പോഴാണ് ശരീരത്തിലും ചില മുഴകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാം. കോശങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിൽ ചെറിയൊരു സെൽ കൺട്രോളില്ലാതെ വളരുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ പോലും നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അനിയന്ത്രിതമായ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ കീമോതെറാപ്പി ഉപയോഗിക്കാം. ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാനുള്ള ഒരു ചികിത്സയാണ് ഈ കീമോതെറാപ്പി. എന്നാൽ കീമോതെറാപ്പി ചെയ്യുന്നത് കൊണ്ട് ക്യാൻസർ കോശങ്ങൾ മാത്രമാണോ നശിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. കീമോതെറാപ്പി ചെയ്യുമ്പോൾ ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ആരോഗ്യമുള്ള കോശങ്ങളും നശിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് ചർമ്മകോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രോമകോശങ്ങളായിക്കോട്ടെ, ഇവയെല്ലാം ഇത് കാരണം ബാധിക്കും. അതുകൊണ്ടാണ് കീമോതെറാപ്പിക്ക് വിധേയനാകുന്ന ഒരു വ്യക്തിയുടെ മുടി വളരെ വേഗത്തിൽ തന്നെ കൊഴിഞ്ഞു പോകുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ കീമോതെറാപ്പി കാരണം കുടലിലെ കോശങ്ങളും നശിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് ശേഷം ആ വ്യക്തിക്ക് ഓക്കാനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നല്ല വിശപ്പൊന്നും അനുഭവപ്പെടില്ല. അതുപോലെ തന്നെ വയറിൽ നല്ല വേദനയായിരിക്കും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവയേക്കാൾ വളരെ പ്രധാനമായി അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്ന കോശങ്ങളും നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അസ്ഥിമജ്ജ, ഈ അസ്ഥിയിലെ മഞ്ഞ മജ്ജയെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലേ. ഈ അസ്ഥിമജ്ജയിലാണ് രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് 2 തരത്തിലുണ്ട്. ചുവപ്പും മഞ്ഞയും മജ്ജകളുണ്ട്. മഞ്ഞ മജ്ജ കൊഴുപ്പ് കോശങ്ങളെ വികസിപ്പിക്കുന്നു. അടുത്തത് ചുവന്ന മജ്ജ. ഇവ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ, അതുമല്ലെങ്കിൽ വെള്ള രക്താണുക്കൾ, ഇവ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ചുവന്ന മജ്ജയാണ്. അപ്പോ അസ്ഥിമജ്ജയിലും അതിന്റെ കോശങ്ങളിലും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കാരണം മജ്ജകൾക്ക് ഈ ചുവന്ന രക്താണുക്കളെ വളർത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്കായിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് നിർമ്മിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റുകളെ വളർത്താൻ കഴിയുമോ? ഇല്ല. പ്ലേറ്റ്ലെറ്റുകളുടെ കുറവ് അനീമിയയിലേക്ക് നയിക്കുന്നു. ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പരിക്ക് സംഭവിച്ചാലോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ശരീരം സ്വയം സുഖപ്പെടുത്തുന്നതിന് വളരെ സമയമെടുക്കും. ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഈ ക്യാൻസർ ആളുകളെ കൊല്ലുന്നത്. അതിനാൽ കീമോതെറാപ്പി ആരോഗ്യമുള്ള കോശങ്ങളെയും നശിപ്പിക്കുന്നു. അപ്പോ ഇതിന് മറ്റെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലെങ്കിൽ ഇതിനെ മജ്ജ മാറ്റിവെക്കൽ എന്നും വിളിക്കുന്നു. ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ
ബ്ലഡ് ഡിസോർഡർ ഉള്ള പല മനുഷ്യർക്കും ഈ മജ്ജ മാറ്റിവെക്കൽ വളരെ സഹായമാണ്. ചില ആളുകൾക്ക് സ്വന്തം മൂലകോശങ്ങൾ വെച്ച് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു. ഇതിനെ ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നു. എന്നാൽ ഇതിന് നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തെ ഒരു യന്ത്രത്തിലേക്ക് കൊണ്ടുപോകും. അതിൽ നിന്ന് സ്റ്റെം സെൽസിനെ മാത്രം വേർതിരിച്ചെടുക്കും. ബാക്കിയുള്ള രക്തത്തെ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കൊണ്ടുവരും. ഇപ്പൊ ടെസ്റ്റിങ്ങിനായി മാറ്റിവെച്ച സ്റ്റെം സെൽ ഇതിനെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരികെ അയക്കുന്ന പ്രോസസ്സിനെ ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാലും ഇതിന് ഉപയോഗിക്കുന്ന മെഷീനാണ് അഫേറസിസ് മെഷീൻ. ഇപ്പൊ ഒരു രോഗിക്ക് ആരോഗ്യകരമായ രക്തകോശങ്ങൾ ഇല്ല എങ്കിൽ ആ വ്യക്തിക്ക് ഈ ഓട്ടോലോഗസ് സ്റ്റെം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു ഡോണറെ ആവശ്യമാണ്. ഈ ഡോണറിന്റെ രക്തത്തിൽ നിന്നും സ്റ്റെം സെൽസ് വേർതിരിച്ചെടുക്കുകയും അതിനെ രോഗിയുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആലോജനിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. പൊതുവെ ഒരു ദാതാവ് ലഭിക്കുക അത്ര എളുപ്പം അല്ല. ഒരു രക്തത്തെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് അയക്കണം എന്ന് ചിന്തിച്ചാൽ അതിന് ബ്ലഡ് ഗ്രൂപ്പ് ശരിയായി മാച്ച് ആകണം. അപ്പോൾ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി HLA 2 പേർക്കും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ എന്താണ് ഈ HLA? അതാണ് ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആന്റിജൻ ടൈപ്പിംഗ്. ഈ HLA എന്നത് കുറച്ച് അച്ഛനിൽ നിന്നും കുറച്ച് അമ്മയിൽ നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ ഘടകമാണ്. എന്നാൽ HLA സഹോദരങ്ങൾക്കിടയിൽ പോലും 25% മാത്രമേ സമാനമായിരിക്കൂ. അതിനാൽ സമാനമായ HLA ഉള്ളവരിൽ നിന്നും മാത്രമേ നമുക്ക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ സാധിക്കൂ. HLA ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം. ഈ ക്യാൻസർ ചികിത്സിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകം. ഒരു വ്യക്തിക്ക് ക്യാൻസർ ബാധിച്ചു, മറ്റൊരു വ്യക്തിയുടെ HLA ഈ രോഗിയുടെ HLAയുമായി പൊരുത്തപ്പെടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പൊരുത്തപ്പെടും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. 100,000 മനുഷ്യരുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ അതിലേതെങ്കിലും ഒരു വ്യക്തി ഈ രോഗിയുടെ HLAയുമായി പൊരുത്തപ്പെടുകയുള്ളൂ. അതിനാൽ ക്യാൻസർ നമ്മെക്കൊണ്ട് ഭേദമാക്കാൻ സാധിക്കും. പക്ഷെ HLA അനുയോജ്യമായ വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യം. അത് സംഭവിച്ചാൽ മാത്രമേ ക്യാൻസർ ചികിത്സിക്കാൻ സാധിക്കൂ. ഇതിനു വേണ്ടി ഏതെങ്കിലും ഓർഗനൈസേഷൻ മറ്റെന്തെങ്കിലും സംഘടന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവരുടെ പക്കൽ ഈ HLAയുടെ ഒരു രജിസ്റ്റർ ഉണ്ട്, ഒരു ഡേറ്റാ ബേസ് ഉണ്ട്. DKMS പോലുള്ള കമ്പനികൾ ഇതിന് ഉദാഹരണമാണ്. ഇവർ ഒരു അന്താരാഷ്ട്ര നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അവരുടെ ടാഗ് ലൈൻ തന്നെ വി ഡിലീറ്റ് ബ്ലഡ് ക്യാൻസർ എന്നാണ്. ഗ്ലോബലായി ഒരുപാട് മനുഷ്യരുടെ HLA ഡേറ്റാബേസ് ഈ DKMS എന്ന കമ്പനിയിലുണ്ട്. ഇവർ ഒരു നോൺ പ്രോഫിറ്റ് ഗ്ലോബൽ ആയിട്ടുള്ള സംഘടനയാണെന്ന് അറിയാം. ഇവരുടെ പക്കൽ HLAയുടെ ഡേറ്റാബേസ് ഉള്ളതുകൊണ്ട് ഏത് മനുഷ്യനാണോ HLA ആവശ്യമായി വരുന്നത് സമാനമായ HLA ഉള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് ബന്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികളെയും നമ്മെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയും. ഈ HLAയുടെ കാര്യം വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പോലും സഹായിക്കാൻ സാധിക്കും. അതിന് താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ചെന്ന് HLAയിൽ നിങ്ങളുടെ ബ്ലഡും രജിസ്റ്റർ ചെയ്യണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഡേറ്റ എല്ലാം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സ്വാബ് കിറ്റ് വരും. ഇങ്ങനെയായിരിക്കും ആ സ്വാബ് കിറ്റ് ഉണ്ടാവുക. ഇതിൽ 3 സ്റ്റെറിലൈസ്ഡ് ബക്കൽ സ്കാബ്സ് ഉണ്ടാകും. ഈ ബക്കൽ സ്കാബ്സിനെ എടുത്ത് കൊറോണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുമല്ലോ, അതുപോലെ തന്നെ ഈ ബക്കൽ സ്ട്രാപ്സ് എടുത്ത് നിങ്ങളുടെ കവിളിന് ചുറ്റും സാപ്പ് ചെയ്യാം. എന്നിട്ട് അവർ നൽകിയതിൽ ഒരു കവർ ഉണ്ടാകും. അതിൽ വെച്ച് നിങ്ങൾ അയച്ചാൽ മാത്രം മതി. ഇവയെല്ലാം സൗജന്യമാണ്. അങ്ങനെ നിങ്ങളുടെ HLAയും അവിടെ രജിസ്റ്റർ ആകും. 40 ദിവസത്തിന് ശേഷം നിങ്ങൾക്കൊരു കൺഫർമേഷൻ വരും. ആ ഒരു കൺഫർമേഷനിൽ ഗ്ലോബൽ സ്റ്റെം സെൽ ദാതാവിന്റെ ഡേറ്റാബേസിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടാകും. അതിന്റെ ഒരു ഇമെയിൽ കൺഫർമേഷനും ലഭിക്കും. ഒരു പക്ഷേ ഈ ലോകത്തിൽ ആരെങ്കിലും ഒരു വ്യക്തിക്ക് ക്യാൻസർ കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ HLAയും നിങ്ങളുടെ HLAയും കോമൺ ആണ്, അനുയോജ്യമാണെങ്കിൽ ഈ DKMS നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനിൽ പങ്കാളിയാകാം. അതല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. എന്നാൽ നമുക്ക് ക്യാൻസറിനെ കൊല്ലാൻ സാധിക്കും. അതിന്റെ ഒരു ഘട്ടമാണ് ഇത്. ഇന്നൊരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഉപയോഗമില്ലാത്ത ഒരു ടോപ്പിക്കായി തോന്നാം. പക്ഷെ ഇത് ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവനെ നമ്മെ കൊണ്ട് രക്ഷിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം തീർച്ചയായും നിങ്ങൾക്ക് വരണം. ഇതിൽ നിങ്ങൾക്കും പങ്കാളിയാകണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് പരിശോധിക്കുക. ഇതിനകം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.